പാപമാണ് കേൾക്കുതേങ്ങലേ തന്നിടാമോ ശഫാഅത്തിരുജഗമിലേ മഹമൂദുൻ നബി ചിരി തൂകിയേ മറയില്ലാതെ ഞാനൊന്ന് നോക്കിയേ മലക്കുൽ മൗത്ത് വന്ന് റൂഹ് നീക്കിയേ മനുജ കോടാന കോടി തന്റെ പൂതിയേ മഹമൂദുള്ള മൗത്തിനെന്തു പേടിയേ മരണമേ ഞാൻ മദീനയിലുണ്ടാകേ മരണമേ ഞാൻ മദീനയിലുണ്ടാകേ മരണമേ ഞാൻ മദീനയിലുണ്ടാകേ മണ്ണിൽ മൂടുമ്പോൾ തങ്ങളുള്ള ബോഡിയേ മന്നവാനി അദാബ് ഹറാമാക്കിയേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات أرحم الراحمين يا راج سيدا يا الملك الجبار يا الله يا رحيم يا الله يا رحمن يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله നിന്റെ ഹബീബായ അക്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനിച്ചൊരുമിച്ച് കൂടിയതാണല്ലാഹ് ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ് ആമീൻ കോടി തെറ്റുകുറ്റങ്ങൾ ചെയ്ത നന്ദി കെട്ട ഒരടിമക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരമലുണ്ടോ എന്ന ചോദ്യത്തിന് അവൻ മൗലിദും സ്വലാത്തും ചൊല്ലട്ടെ എന്ന ഇമ്മത്ത് പച്ചയായി പറഞ്ഞിട്ടുണ്ട്. നിന്റെ കോപത്തിനിരയായ ഒരു അമലുമില്ലാത്ത അടിമക്ക് നിന്നെ തണുപ്പിക്കാൻ പറ്റുന്ന ഏക അമല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മൗലിദാണ്. ഈ പരിശുദ്ധ റബീഇന്റെ രാത്രിയിൽ 12ന്റെ രാത്രിയിൽ ബഹുമാനവും മഹബ്ബത്തുമാണ് ഈ പാവങ്ങളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. അല്ലാഹ് നിന്റെ ഹബീബിന്റെ മൗലിദോതി കൈമലർത്തുന്ന കരങ്ങൾക്ക് ഇജാബത്ത് നൽകാതിരിക്കാൻ ലജ്ജയുള്ള യജമാനനായ അല്ലാഹ് ഉമ്മത്തീങ്ങളിലെ പാവപ്പെട്ട മെമ്പർമാരുടെ ഈ മൗലിദിന്റെ സദസ് റബ്ബായ നിനക്ക് വലിയ പൊരുത്തമുള്ള അമലായി കബൂലാക്കണേ അല്ലാഹ്. നീ ഒന്ന് പൊരുത്തപ്പെടണേ അല്ലാഹ്. മദീനയിൽ അളീമായ ഹദറത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ തങ്ങളെ ഒരു തിരുനോട്ടം കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെല്ലാവരെയും മദീനയിൽ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്. മദീന കാണാതെ ഞങ്ങളാരെയും മരിപ്പിക്കല്ലേ അല്ലാഹ്. ഖുബ്ബത്തുൽ ഖദറാഇന്റെ ചോട് ഒറ്റക്കിരുന്ന് മൗലിദ് ഓതാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. കണ്ണീരൊലിപ്പിച്ച് തങ്ങളെ മാത്രം നോക്കുന്ന നിലക്ക് മദീനയിൽ ഇരുന്ന് മൗലിദ് ഓതാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ അവിടുത്തെ ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അവിടത്തേക്ക് കോടിക്കണക്കിന് സ്വലാത്ത് മരിക്കും മുമ്പ് ചൊല്ലുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണേ അല്ലാഹ്. ഏതെങ്കിലും ഒരു രാത്രി കിടന്നുറങ്ങുമ്പോ മദ്രസ കാലയളവ് മുതൽ ഞങ്ങളെ കൽബിന്റെ വല്ലാത്ത ആഗ്രഹമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശപൂരിതമായ മുഖം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നീ കാണിച്ചു തരണേ അല്ലാഹ്. ഇപ്പോഴൊന്നും പറ്റിയില്ലെങ്കിൽ സക്കറാത്തിൽ
കിടക്കുമ്പോ ഇത് ഞങ്ങളെ മരണമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാകുമ്പോ അസ്രായീലിനെ നേരെ മുമ്പിൽ ഞങ്ങൾ കാണുമ്പോ ഈ അർദ്ധരാത്രിയിൽ ഞങ്ങളെ എഴുന്നേറ്റത് ഞങ്ങൾ കുളിച്ചു വൃത്തിയായി വന്നതിന്റെ ഏക പിന്നിലെ ഒരേ ഒരു ലക്ഷ്യം മുഹമ്മദ് ഇതൊരു ബഹുമാനമായി പരിഗണിക്കണേ അല്ലാഹ്. ഇതൊരു മഹബ്ബത്തായി ഖബൂലാക്കണേ അല്ലാഹ്. ഇത് കാരണമായി സക്കറാത്തിൽ കിടക്കുമ്പോ തങ്ങളെ കാണിച്ചു തരണേ അല്ലാഹ്. അരികത്ത് ചെല്ലാൻ ഞങ്ങൾക്ക് അർഹതയില്ലെങ്കിലും ദൂരെ നിന്നെങ്കിലും അവിടുത്തെ പ്രകാശിക്കുന്ന പുഞ്ചിരിക്കുന്ന ഭൂമുഖം കണ്ട് ഈമാൻ സലാമത്തായി കണ്ണടക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഈ നല്ല സദസ്സിൽ ഇജാബത്തിന്റെ സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, നിന്നോടും നിന്റെ അടിമകളോടുമുള്ള കടപ്പാട് വീട്ടുന്ന ദീർഘായുസ് തരണേ അല്ലാഹ്. നസൂഹായ തൗബ തരണേ അല്ലാഹ്. നസ്അലുക ബിഹബീബിക മുഹമ്മദിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ തെറ്റിലും ദുനിയാവിലും ആഖിറത്തിലും അദാബില്ലാതെ രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഈ സദസ്സിൽ നിന്ന് ഞങ്ങളെ പെടുത്തി തരണേ അല്ലാഹ്. ഉഖ്റവിയായ ലോകത്തേക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്വഭാവം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവസാനം കഴിച്ചിലാകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി തരണേ അല്ലാഹ്. ഖൈറായ വീട് തരണേ അല്ലാഹ്. നല്ല മൗലിദോതുന്ന ഖൈറായ വീട് തരണേ അല്ലാഹ്. നല്ല മൗലിദോതുന്ന ഖൈറായ വീട് തരണേ അല്ലാഹ്. നല്ല മൗലിദ് നടത്താൻ പറ്റുന്ന ഖൈറായ ജോലി തരണേ അല്ലാഹ്. റബ്ബേ, മൗലിദ് പ്രചരിപ്പിക്കുന്ന ഖൈറായ മക്കളെ തരണേ അല്ലാഹ്. റബ്ബേ, മൗലിദിന് വേണ്ടി സഞ്ചരിക്കുന്ന ഖൈറായ വാഹനം തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കി തരണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്. കടക്കണികളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ഒരു അപകടത്തിലും ഒരു ആക്സിഡന്റിലും ഞങ്ങളെ കൊടുക്കല്ലേ അല്ലാഹ്. ഒരു മാറാവ്യാധിയിലും പെടുത്തല്ലേ അല്ലാഹ്. നസ്അലുക ബിഹബീബിക മുഹമ്മദിൻ നല്ല സദസ്സിൽ മുഅ്മിനീങ്ങൾ മൗലിദോദിയ ബറക്കത്ത് കൊണ്ട് മരണം വരെ ഞങ്ങൾ ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാഹ്. ഒരാൾക്കും ഭാരമായി ഒരു ദിവസം പോലും ഞങ്ങളെ മൂലയിൽ കിടത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ വേണ്ടപ്പെട്ട പലരും റബ്ബേ, ഈ റബീഇന്റെ രാത്രിയെ ആദരിച്ച ബഹുമാനിച്ച പലരും ICUവിൽ കിടക്കുന്നുണ്ട്. ക്യാൻസർ ബാധിച്ചവരുണ്ട്, പല ജാതി ബുദ്ധിമുട്ടുകളുണ്ടവരുണ്ട്. റബ്ബേ, അവരെ കടത്തം കാണാൻ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത പാവങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ഇവരുടെ മാതാപിതാക്കൾ, ഉമ്മമാര്, ഉപ്പമാര്, വല്യുപ്പ, വല്യുമ്മ, ഉസ്താദുമാരുണ്ട്. മുഹമ്മദുൻ മദ്ഉ യശ്ഫീ മിനസ് സഖമി. തങ്ങളെ മൗലിദോദി സദസ്സിൽ നിന്ന് അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരെല്ലാരെ രോഗവും ശിഫയാക്കണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്. ഈ നാട്ടിൽ ഈ പ്രവാസികളായ പാവങ്ങളുടെ അധ്വാനങ്ങൾക്ക് വലിയ ഫലം നൽകണേ അല്ലാഹ്. എല്ലാരെ പ്രതിസന്ധിയും മാറ്റണേ അല്ലാഹ്. ഈ അർദ്ധരാത്രിയിൽ കുളിച്ചു മാറ്റി വരുമ്പോ നീറുന്ന വേദനയുള്ള പാവങ്ങളുണ്ട്. നിന്റെ ഹബീബായ തങ്ങളെ മൗലിദ് കൊണ്ട് അവർക്കെല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാഹ്. ഇതുപോലത്തെ രാത്രി ഞങ്ങൾക്ക് ബഹുമാനത്തോടെ ഇരുന്ന് മൗലിദ് പഠിപ്പിച്ച ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ ഉപ്പമാര്, ഞങ്ങളെ വല്യമ്മ, വല്യപ്പ, ഉസ്താദുമാര് റബ്ബേ, ഒരുപാട് കാലം ഞങ്ങളെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾക്ക് മൗലിദിന്റെ ഓരോ വരിയും ചൊല്ലിത്തന്ന് ഞങ്ങളിൽ തെറ്റ് സംഭവിക്കുമ്പോ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അതുപോലെ മൗലിദോതി പഠിപ്പിച്ച ഞങ്ങളെ എല്ലാമായ പ്രിയപ്പെട്ട ഒരു ഖബറിലുണ്ട്. ഈ രാത്രിയിലെ മൗലിദ് പ്രകാശപൂരിതമായി അവരെ ഖബറിലെത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെല്ലാരെ ഖബറും പൊന്നാക്കണേ അല്ലാഹ്. ആരെങ്കിലും പ്രയാസത്തിലുണ്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അദാബിനെ ഉയർത്തണേ അല്ലാഹ്. ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഞങ്ങൾക്ക് ഖൈർ നൽകിയ ഏതെങ്കിലും പാവങ്ങൾ ഖബറിൽ പ്രയാസത്തിലുണ്ടെങ്കിൽ ഈ രാത്രിയിലെ മൗലിദ് കൊണ്ട് അവരെ ഖബർ പൊന്നാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരെ പൊരുത്തമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അവരെ സന്തോഷത്തിന്റെ കണ്ണുനീരൊലിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങൾ തല ഉയർത്തി നടന്ന ഒരൊറ്റ സ്ഥലത്തും ഒരു നിമിഷം പോലും തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് തരല്ലേ അല്ലാഹ്. ഒരാളുടെ മുമ്പിലും ഞങ്ങളെ തലകുനി
അവസാനിപ്പിക്കല്ലേ അല്ലാ. ഒരു സ്ഥലത്തും നീ തോൽപ്പിച്ചു കളയല്ലേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. ഈ സദസ്സിന് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, രാത്രിയിൽ തന്നെ ഇതിനോടി നടന്ന് ഭക്ഷണം നൽകിയവർ, ബാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്, അവരുടെ പേരിൽ ഭക്ഷണം ദാനം ചെയ്തവർ, ഏതെല്ലാം നിലയ്ക്ക് ഈ സദസ്സിന് വേണ്ടി അധ്വാനിച്ചവരുണ്ടോ എല്ലാവർക്കും മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു നൽകണേ അല്ലാഹ്. അവിടത്തേക്ക് എന്തെങ്കിലും നൽകിയാൽ തിരിച്ചു വരാതിരിക്കൽ ലജ്ജയാണെന്ന് ഇമാമികൾ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബേ, ഇതൊരു കറകളഞ്ഞ മഹബത്താണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇതൊരു സാദിഖായ മഹബത്താണെന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. എന്നാലും ഞങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് വല്ലാത്തൊരു ബഹുമാനമുണ്ട്. ആ ബഹുമാനമാണ് ഈ രാത്രിയിൽ ഞങ്ങളെ ഓടി ഈ സദസ്സിലേക്ക് എത്തിച്ചത്. തങ്ങളെ കാണിച്ചു തരണേ അല്ലാഹ്, തങ്ങളെ കാരുണ്യം തരണേ അല്ലാഹ്, തങ്ങളെ മദദ് തരണേ അല്ലാഹ്, തങ്ങളെ മഹബത്ത് തരണേ അല്ലാഹ്, തങ്ങളെ റഹ്മത്ത് തരണേ അല്ലാഹ്, തങ്ങളെ കയ്യിൽ നിന്ന് അഫ്വ തരണേ അല്ലാഹ്, തങ്ങളെ കയ്യിൽ നിന്ന് മഗ്ഫിറത്ത് തരണേ അല്ലാഹ്. തോറ്റുപോകുന്ന സകല സ്ഥലത്തും തങ്ങളെ ശഫാഅത്ത് കൊണ്ട് വിജയിപ്പിക്കണേ അല്ലാഹ്. അവസാനം ഞങ്ങൾക്ക് ആഖിബത്ത് നന്നായ നല്ല മൗത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാമെല്ലാമായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ നേതൃത്വത്തിനും നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എല്ലാ ആലിമീങ്ങൾക്കും നീ ആയുസ്സ് നീട്ടി നൽകണേ അല്ലാഹ്. അവരെ തണലിൽ പൊരുത്തമുള്ള സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്. അവസാനം ഞങ്ങൾക്ക് മരണം കണക്കാക്കിയ സമയമെത്തുമ്പോൾ ഇത്തരം സദസ്സുകളെ ബഹുമാനിച്ചതല്ലാതെ ഞങ്ങളുടെ കയ്യിൽ വേറെ ഒരു അമലുമില്ല. അവസാനം കേടുവരാൻ പറ്റുന്ന ഒരുപാട് സ്വഭാവങ്ങൾ ഞങ്ങളുടെ നിത്യജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അലങ്കാരമല്ല, ഞങ്ങളെ യാഥാർത്ഥ്യമറിയുന്ന ഖാലിഖായ അല്ലാഹ്. റബ്ബേ, ഇത്തരം സദസ്സുകളെ ബഹുമാനിച്ച ബറക്കത്ത് കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും കരിച്ചു കളയണേ അല്ലാഹ്. തങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് മൗത്ത് തരണേ അല്ലാഹ്. ഉമ്മത്തിലെ ചില മെമ്പർമാരുടെ മരണവേളയിൽ ഓടി വരുമത്രേ മുഹമ്മദ് റസൂലുള്ളാഹി. റബ്ബേ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ മരണസമയത്ത് അവിടുത്തെ സാന്നിധ്യം തരണേ അല്ലാഹ്. നല്ല ആലിമീങ്ങളെ ദുആ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിൽ വെച്ച് മരിക്കാനൊന്നും ഞങ്ങളില്ലെങ്കിലും അവിടുത്തെ ഒരു തിരുനോട്ടമുള്ള മരണം എന്റെ ഉമ്മത്തിലെ പാവമാണ്, അവനെ രക്ഷപ്പെടുത്തണേ എന്ന് ശഫാഅത്ത് ചെയ്യുന്ന ഒരു മരണം തരണേ അല്ലാഹ്. അവസാനം ഞങ്ങൾക്ക് തങ്ങളെ കാണിച്ചു തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ബോധപൂർവം ചൊല്ലി മരിക്കാൻ ഈ സദസ്സ് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ചില അടിമകളുടെ ജനാസ താങ്ങി പിടിക്കാൻ ഖബറിൽ കാത്തു നിൽക്കുമത്രേ മുഹമ്മദുർ റസൂലുള്ളാഹി. അതൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് റബ്ബേ. എന്നാലും ആദ്യ രാത്രി ഞങ്ങൾ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ പരിശുദ്ധ റബീഇനെ ബഹുമാനിച്ച എന്റെ പാവപ്പെട്ട ഉമ്മത്തിലെ മെമ്പറാണ്, ഓരോന്നും ചെയ്യല്ല അല്ലാഹ് എന്ന് റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്ന ഒരടിമയായി നിങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗ്ഗത്തിൽ സാലിഹീങ്ങളുടെ ചവിട്ട് കിട്ടുന്ന ഒരു മൂലയിലാണെങ്കിലും തങ്ങളുടെ പൂമുഖം കാണുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. അവിടെ ഞങ്ങളെ മാതാപിതാക്കൾ ഉണ്ടാകണേ അല്ലാഹ്. ഭാര്യ സന്താനങ്ങൾ വേണമല്ലാഹ്. എല്ലാവരും ഒത്തിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ സന്തോഷ പ്രകടനം കാരണാക്കണേ അല്ലാഹ്. നമ്മുടെ കാര്യത്തിൽ ആരെങ്കിലും സന്തോഷിച്ചാൽ അവരുടെ കാര്യത്തിൽ നമുക്ക് വലിയ സന്തോഷമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ച കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ഇതിന് ഭക്ഷണം നൽകിയവർ, ഇതിനോടി നടന്ന് പ്രവർത്തിച്ചവർ, ആരെല്ലാം ഏതെല്ലാം നിനക്ക് സഹകരിച്ചോ അവരെല്ലാവരെയും പെടുത്തണേ അല്ലാഹ്. ഇന്നലെ വരെ ഇല്ലാത്ത ഒരുപാട് നിഅമത്തുകൾക്കും സന്തോഷങ്ങൾക്കും ഈ സദസ്സ് കാരണമാക്കി തരണേ അല്ലാഹ്. സകലമാന
ശർറ്, മുസീബത്ത്, ബലാഅ്, വബാഅുകൾ മൗലിദിന്റെ ബർക്കത്തുകൊണ്ട് തട്ടി മാറ്റണേ അല്ലാഹ്. സകല ഫുതൂഹാത്തും ഖൈറാത്തും ഞങ്ങൾക്ക് ഈ സദസ്സ് കൊണ്ട് തരണേ അല്ലാഹ്. എന്തെങ്കിലും ഒന്ന് തിരിച്ചു തരണേ അല്ലാഹ്. ഈ രാത്രിയെ ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും പെടുത്തണേ അല്ലാഹ്. تقبل دعاءنا بحق حبيبك محمد صلى الله عليه وسلم وبحق آل حبيبك محمد صلى الله عليه وسلم. نسألك بحق هذا اليوم العظيم لا تقبض أرواحنا إلا بالإيمان والتوبة يا ذا الجلال والإكرام. وافتح لنا فتحا قريبا بحق حبيبك محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും പോകുന്നതിന്റെ മുമ്പ് ഇതൊരു വളരെ ശ്രേഷ്ഠമായ രാത്രിയാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം ഒരു സമയവും വേറെ ഇല്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഈ സുന്നി സെന്ററിൽ വെച്ച് ഒരുപാട് ഹൈർ നടക്കുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റിയത്. ഇനി ഇതൊക്കെ വിപുലാക്കേണ്ട അവസ്ഥയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സദഖ ഈ ദിവസത്തെ മാനിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ ഒരു ഹൈർ ചെയ്തു എന്നവർക്ക് 5, 10, 50, 100 അല്ലാഹു നിഅമത്ത് തന്നതിനനുസരിച്ച് എന്തെങ്കിലും 1 രൂപ ഉള്ളവർ 1 രൂപ എടുത്ത് കയ്യിലെടുത്ത് വന്ന് അത് ഏൽപ്പിച്ചിട്ട് മടങ്ങണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, പിന്നെ ഞാൻ സ്ഥിരമായി റബീഉൽ അവ്വലിന്റെ ഈ രാത്രിയിൽ പൊതു സദസ്സിൽ പങ്കെടുക്കാറില്ല. അതിന് കാരണം നമ്മുടെ പ്രിയപ്പെട്ട അബൂസൻ അല്ലാഹു ബർക്കത്തേണ്ട ഇവിടെയും വിടൂലെന്നെ. അന്നേ ദിവസം വീട്ടിലുണ്ടാകണം നിർബന്ധം പറയലാണ്. പിന്നെ ഇന്ന് ഈ സദസ്സിൽ ഒരുമിച്ച് ഇതൊക്കെ ഒന്ന് ഉഷാറാക്കി എല്ലാവരും കൂടി ചൊല്ലാന്നുള്ളവർക്ക് സംഘാടകർ നിർബന്ധിപ്പിച്ചിട്ടാണ് അവിടുത്തെ മുടക്കി ഇവിടെ വന്നത്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ ഇപ്പൊ കറക്റ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞ